നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നിങ്ങളേവരെയും ഉത്തേജിപ്പിക്കുവാൻ കഴിവുള്ള, നിങ്ങളുടെ ജീവിത വിജയത്തിന് അടിത്തറ പാകുവാൻ കെൽപ്പുള്ള അതിമനോഹരമായ ഒരു ഇൻസ്പിറേഷണൽ ട്രൂ സ്റ്റോറിയാണ്. അപ്പോൾ നമ്മുടെ 2ാം യൂണിറ്റിലെ ആദ്യ ചാപ്റ്റർ ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്ന പാഠഭാഗത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. സക്സസ് റിക്വയർസ് vision and perseverance rather than luck, doesn't it? ജീവിത വിജയം നേടാൻ ഭാഗ്യം മാത്രം മതിയാകില്ല. വ്യക്തമായ ദർശനവും, അതായത് വിഷൻ, തുടർച്ചയായ പരിശ്രമവും, അതിനാണ് പെർസീവിയറൻസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് എഫേർട്ട് എന്ന് പറയുന്നത്. ഇത് അനിവാര്യമാണ്. ലക്ഷ്യം നിശ്ചയിച്ച് അതിലേക്കുള്ള വഴിയിൽ സ്ഥിരതയോടെ മുന്നോട്ട് പോകുന്നതാണ് വിജയത്തിന്റെ രഹസ്യം. Problems should be seen as opportunities and failures as practice. Do you agree? പ്രശ്നങ്ങളെ തടസ്സങ്ങളായി കാണാതെ അവയെ അവസരങ്ങളായി കാണണം. പരാജയങ്ങളെ നിരാശയായി കരുതാതെ വിജയത്തിനുള്ള പരിശീലനമായിട്ട് സ്വീകരിക്കണം. Now let's listen to a visually challenged visionary who has changed his own life and the life of many others. തൻ്റെയും മറ്റുള്ളവരുടെയും ജീവിതത്തെ ക്രിയാത്മകമായി സ്വാധീനിച്ച എന്നാൽ കാഴ്ച പരിമിതിയുള്ള ഒരു ദീർഘദർശിയുടെ വാക്കുകളെ നമുക്ക് ശ്രവിക്കാം. His name is ശ്രീകാന്ത് ബോല. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. സോ അബൌട്ട് ദ ഓതർ, ശ്രീകാന്ത് ബോല വാസ് ബോൺ ഇൻ 1991 അറ്റ് മച്ച്ലിപട്ടണം ഇൻ ആന്ധ്രാപ്രദേശ്. ശ്രീകാന്ത് ബോല ജനിക്കുന്നത് 1991 ആന്ധ്രാപ്രദേശിലെ മച്ച്ലിപട്ടണം എന്ന ഒരു ഗ്രാമത്തിലാണ്. ഹിസ് പേരൻസ് വെയർ അൺഎഡ്യൂക്കേറ്റഡ് ഫാമേഴ്സ്. അതായത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വിദ്യാഭ്യാസരഹിതരായ വളരെ സാധാരണക്കാരായ കർഷകരായിരുന്നു. He has been a youth leader since 2005 and a member of Lead India campaign of 2020, the national youth movement started by former President of India APJ Abdul Kalam. 2005 മുതൽ അദ്ദേഹം ഒരു യുവ നേതാവായി ഉയർന്നു വന്നു. അതായത് അന്ന് അദ്ദേഹത്തിൻ്റെ പ്രായം വെറും 14 വയസ്സ് മാത്രമാണ് എന്ന് ഓർക്കണം. പിന്നീട് നമ്മുടെ ആദരണീയനായ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം ആരംഭിച്ച ദ നാഷണൽ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ലീഡ് ഇന്ത്യ ക്യാമ്പയിൻ ഓഫ് 2020യുടെ ഒരു മെമ്പറായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. In 2012, Bola set up Bolan Industries with a partner Ravi Manda. It produces eco-friendly recycled craft paper and packaging products from natural and recycled materials. തൻ്റെ 21ാം വയസ്സിൽ, അതായത് 2012 അദ്ദേഹവും മറ്റൊരു പാർട്ട്ണറും ചേർന്ന് ബൊലാൻ ഇൻഡസ്ട്രീസ് എന്ന പേരിൽ റീസൈക്കിൾഡ് മെറ്റീരിയൽസിൽ നിന്നും പ്രകൃതി സൗഹൃദ ക്രാഫ്റ്റ് പേപ്പറും പാക്കേജിംഗ് പ്രൊഡക്ട്സും നിർമ്മിക്കുന്ന ഒരു കമ്പനി ആരംഭിച്ചു. ശ്രീകാന്ത് ബോല is the director of Surge Impact Foundation, which he founded in 2016. 2016 ആരംഭിച്ച സർജ് ഇമ്പാക്ട് ഫൗണ്ടേഷന്റെ ഡയറക്ടർ കൂടിയാണ് ശ്രീകാന്ത് ബോല. The organization aims to enable individuals and institutions in India to achieve the sustainable development goals by 2030. 2030 ആകുമ്പോഴേക്കും ഭാരതത്തിലെ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ 2016 സ്ഥാപിതമായതാണ് സർജ് ഇമ്പാക്ട് ഫൗണ്ടേഷൻ. In 2017, Bola was named in the Forbes magazine list of 30 under 30 across all of Asia. 2017 ശ്രീകാന്ത് ബോല ഫോബ്സ് മാഗസിൻ ഏഷ്യയിലെ 30 under 30 എന്ന കാറ്റഗറിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. A biopic of his life, Srikanth, was released in 2024. കഴിഞ്ഞ വർഷം, അതായത് 2024 ശ്രീകാന്ത് ബോലയുടെ ജീവചരിത്രം ഒരു ബോളിവുഡ് സിനിമയായി ശ്രീകാന്ത് എന്ന പേരിൽ പുറത്തിറങ്ങിയിരുന്നു. Now, let's move on to the inspiring speech of Srikanth. Hello, I'm Srikanth, an entrepreneur. Do you know that 51% of Indians are self-employed? താനൊരു സംരംഭകനാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ശ്രീകാന്ത് തൻ്റെ സ്പീച്ച് ആരംഭിക്കുന്നത്. എൻ്റർപ്രനർ എന്ന് പറഞ്ഞാൽ സംരംഭകൻ. അദ്ദേഹം ചോദിക്കുകയാണ്, ഡു യു നോ ദാറ്റ് 51% ഓഫ് ഇന്ത്യൻസ് ആർ സെൽഫ് എംപ്ലോയിഡ്? 51% ഇന്ത്യക്കാരും സ്വയം തൊഴിൽ ചെയ്യുന്നവരാണ് എന്ന് നിങ്ങൾക്ക് അറിയാമോ? എന്നിട്ട് അദ്ദേഹം തൻ്റെ സ്വന്തം കഥ പറയുകയാണ്. ലെറ്റ് മീ ഷെയർ ദ സ്റ്റോറി ഓഫ് ദ റിച്ചസ്റ്റ് എൻ്റർപ്രനോറിയൽ കപ്പിൾസ് ഇൻ ദ വേൾഡ്, മൈ പേരൻസ്. ദേ ഏൺഡ് ജസ്റ്റ് 20,000 a year ഫ്രം ദെയർ സ്മോൾ പ്ലോട്ട് ഓഫ് ലാൻഡ്. ലോകത്തിലെ ഏറ്റവും ധനികരായ 2 സംരംഭക ദമ്പതികളുടെ കഥ ഞാൻ നിങ്ങളോട് പറയാം. മറ്റാരുമല്ല, എൻ്റെ മാതാപിതാക്കൾ. അദ്ദേഹം അല്പം നർമ്മം കലർത്തി വളരെ സർക്കാസ്റ്റിക് ആയിട്ടാണ് അത് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അവർക്കുണ്ടായിരുന്ന ഒരു ചെറിയ തുണ്ട് ഭൂമിയിൽ നിന്ന് ഒരു വർഷം അവർ ഉണ്ടാക്കിയിരുന്നത് 20,000 രൂപയാണ്.
നർമ്മം കലർന്ന ആ വാചകത്തിലൂടെ അദ്ദേഹം തൻ്റെ ശ്രോതാക്കളോട് പറയുവാൻ ഉദ്ദേശിച്ചത് ആ കുടുംബം എത്ര ദാരിദ്ര്യത്തിലായിരുന്നു കഴിഞ്ഞത് എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഗിവിംഗ് ബർത്ത് ടു എ ചൈൽഡ് ഈസ് ദ ഹാപ്പിയസ്റ്റ് തിങ് ഫോർ എവറി മാരിഡ് കപ്പിൾ. വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഏതൊരു ദമ്പതികളുടെയും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മുഹൂർത്തങ്ങളിലൊന്നാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്നത്. At that moment in time, the term apple of the eye did not mean much to them. Neither of my parents had ever seen an apple, nor did I have an eye. Apple of the eye എന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ ഒരു ഇഡിയമാണ്. മലയാളത്തിൽ പറഞ്ഞാൽ അവൻ അല്ലെങ്കിൽ അവൾ അവരുടെ എല്ലാം കണ്ണിലുണ്ണിയാണ് എന്ന് നമ്മൾ പറയാറില്ലേ, അതുതന്നെയാണ്. മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടവളോ പ്രിയപ്പെട്ടവനോ ആയിരിക്കുന്നതിനെയാണ് ആപ്പിൾ ഓഫ് ദ ഐ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്രീകാന്ത് പറയുന്നത്, എൻ്റെ മാതാപിതാക്കളെ സംബന്ധിച്ച് ആപ്പിൾ ഓഫ് ദ ഐ എന്ന് പറയുന്ന ആ ഒരു ടേം അർത്ഥശൂന്യമായിരുന്നു എന്നാണ്. Again, he is being sarcastic here. Neither of my parents had ever seen an apple, nor did I have an eye. എൻ്റെ മാതാപിതാക്കൾ ഒരു ആപ്പിൾ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിലോ ജനിച്ചപ്പോഴേ കണ്ണും ഉണ്ടായിരുന്നില്ല. തൻ്റെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യവും ദുരിതവും സൂചിപ്പിക്കാനാണ് ശ്രീകാന്ത് ഈ ഒരു വാചകത്തിലൂടെ ശ്രമിക്കുന്നത്. When I was born without eyes, society saw me as a burden. Some even suggested that I should be smothered. സ്മോതേർഡ് എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതിനെയാണ്. കണ്ണുകളില്ലാതെ ജനിച്ച എന്നെ സമൂഹം ഒരു ഭാരമായിട്ടാണ് കരുതിയത്. കുറേ ആളുകൾ എന്നെ ജനിച്ച ഉടൻ തന്നെ ശ്വാസം മുട്ടിച്ച് കൊന്നു കളഞ്ഞേക്കാം എന്ന് വരെ എൻ്റെ മാതാപിതാക്കളെ ഉപദേശിച്ചു. ബട്ട് മൈ പേരൻസ് ഷവർഡ് ഓൺ മീ ഇമ്മൻസ് ലവ് ആൻഡ് കെയർ. പക്ഷേ എൻ്റെ മാതാപിതാക്കളാകട്ടെ എന്നെ ശ്വാസം മുട്ടിച്ചത് അവരുടെ അതിയായ സ്നേഹപരിലാളനകൾ കൊണ്ടാണ്. They felt they were the richest couple in the world and I consider myself the luckiest person. എൻ്റെ മാതാപിതാക്കൾ അവരാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ മനുഷ്യരെന്ന് വിശ്വസിച്ചു. ഞാനാകട്ടെ ഏറ്റവും ഭാഗ്യവാനായി എന്നെ തന്നെ കരുതി. ആസ് എ ചൈൽഡ് ഐ സ്പെൻഡ് മച്ച് ഓഫ് മൈ ടൈം വിത്ത് മൈ ഫാദർ ഇൻ ദ ഫീൽഡ്സ്. ഞാൻ എൻ്റെ കുട്ടിക്കാലം കൂടുതലും ചെലവഴിച്ചത് എൻ്റെ പിതാവിനോടൊത്ത് പാടത്ത് കൃഷിയിടത്തിലായിരുന്നു. ഹൗഎവർ മൈ ഷോർട്ട് ലെഗ്സ് മെയ്ഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ മീ ടു ഹെൽപ്പ്. എന്നിരുന്നാലും എൻ്റെ കുഞ്ഞിക്കാലുകൾക്ക് അവിടെ എന്തെങ്കിലും കാര്യമായി ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. മൈ ഫാദർ began to think that perhaps the people who doubted my future might be right. എൻ്റെ ഭാവിയെപ്പറ്റി ഭയാശങ്കകൾ പങ്കുവച്ച നാട്ടുകാരൊക്കെ പറഞ്ഞിരുന്നത് ശരിയായി തീരുമോ എന്ന് എൻ്റെ പിതാവ് ആശങ്കപ്പെട്ടു. He realized I didn't fit into the traditional farming model. Then he decided that education was to be my path. പരമ്പരാഗത കൃഷിരീതികൾ എനിക്ക് യോജിച്ചതല്ലെന്ന് മനസ്സിലാക്കിയ എൻ്റെ പിതാവ് മറിച്ച് വിദ്യാഭ്യാസമാണ് എൻ്റെ വഴിയെന്ന് തീരുമാനിച്ചു. Despite the challenges of trekking to a faraway school and being ignored by teachers and classmates, I persevered. Persevere means to keep trying and working hard even when things are difficult. അതായത് പ്രതികൂല സാഹചര്യത്തിലും പിന്തിരിയാതെ മുന്നേറുക എന്നാണ് അതിൻ്റെ അർത്ഥം. അദ്ദേഹം തുടർന്ന് പറയുകയാണ്, അങ്ങ് ദൂരെയുള്ള സ്കൂളിലേക്കുള്ള കാൽനടയാത്ര പ്രതിസന്ധി നിറഞ്ഞതായിരുന്നിട്ടും സഹപാഠികളുടെയും അധ്യാപകരുടെയും അവഗണനയും സഹിച്ച് ഞാൻ ആ സാഹചര്യത്തിലും പിടിച്ചു നിന്നു. എത്ര ദുഷ്കരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ സ്കൂൾ അനുഭവം എന്നാണ് അദ്ദേഹം വിവരിക്കുന്നത്. For 2 years I sat on the last bench, excluded from activities. 2 വർഷക്കാലം ഞാൻ എല്ലാ അവഗണനകളും സഹിച്ച് എല്ലാവിധ ആക്ടിവിറ്റീസിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട് ആ ലാസ്റ്റ് ബെഞ്ചിൽ കഴിച്ചുകൂട്ടി. I then felt like the poorest child in the world, not on account of lack of money, but because of loneliness and isolation. Not on account of means not because of. അതുപോലെ ലാക്ക് എന്ന് പറഞ്ഞാൽ അഭാവം, എന്തിൻ്റെങ്കിലും കുറവിനെ സൂചിപ്പിക്കാനാണ് ലാക്ക് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഈ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞാൽ പണത്തിൻ്റെ കുറവുണ്ടായിരുന്നിട്ടും ഞാൻ ഇതുവരെ ദരിദ്രനാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അതുവരെ ലോകത്തിലേക്കും സമ്പന്നനെന്നും ഭാഗ്യം ചെയ്തവനെന്നും സ്വയം കരുതിയിരുന്ന ഞാൻ ഏറ്റവും ദരിദ്രനായ കുട്ടിയാണെന്ന് ആ ഒരു നിമിഷത്തിൽ തിരിച്ചറിഞ്ഞു. പണത്തിൻ്റെ അഭാവം കൊണ്ടല്ല, നേരെ മറിച്ച് ഏകാന്തതയും ഒറ്റപ്പെടലുമാണ് എന്നെ ദരിദ്രനാക്കി തീർത്തത്. ഇവൻച്വലി my parents and relatives decided that I should study in a school with students like me. എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ എൻ്റെ മാതാപിതാക്കളും ബന്ധുക്കളും ഞാൻ എന്നെപ്പോലെയുള്ള കുട്ടികൾക്കൊപ്പമാണ് പഠിക്കേണ്ടതെന്ന് തീരുമാനിച്ചു. There I excelled, becoming an outstanding student, earning top ranks and representing India in chess and cricket. അവിടുത്തെ പരിശീലനത്തിൽ ഞാൻ എല്ലാ പരീക്ഷകളിലും ഉയർന്ന റാങ്ക് വാങ്ങുന്ന, ചെസ്സിലും ക്രിക്കറ്റിലും ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ഒരു മിടുക്കനായ വിദ്യാർത്ഥിയായി മാറി. I had the privilege of working with Dr. APJ Abdul Kalam on various projects like the Lead India Youth Transformation Project. The Lead India Youth Transformation Project പോലുള്ള പല പ്രൊജക്റ്റുകളുടെയും ഭാഗമായി
എനിക്ക് ഡോക്ടർ APJ അബ്ദുൽ കലാമുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള മഹാഭാഗ്യവും ഉണ്ടായി. When I completed my 10th grade with over 90% mark, I wanted to study science at AP State Board. However, I was told I could only take arts because I was impaired. അങ്ങനെ ഞാൻ 90% മാർക്കോടെ 10ാം ക്ലാസ് പാസ്സായെങ്കിലും കണ്ണ് കാണാത്തവനായതിനാൽ ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ബോർഡിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ സയൻസ് എടുത്ത് പഠിക്കാൻ കഴിയില്ലെന്ന് അവർ എന്നെ അറിയിച്ചു. അവരെനിക്ക് ഓഫർ ചെയ്തത് ആർട്സ് സബ്ജക്ട്സ് ആയിരുന്നു. I did not consider myself visually impaired, but visually challenged. അതായത് ശ്രീകാന്ത് didn't want to think of himself as someone who is disabled or less capable because of his eyesight. Instead, he saw it as a challenge that he could work to overcome. ഞാനൊരിക്കലും എൻ്റെ കാഴ്ച പരിമിതി കൊണ്ട് എന്നെ കഴിവില്ലാത്തവനായി കരുതിയിരുന്നില്ല. പക്ഷേ അതെനിക്ക് അതിജീവിക്കാൻ കഴിയുന്നൊരു വെല്ലുവിളിയായി മാത്രമേ ഞാൻ കരുതിയിരുന്നുള്ളൂ. I was not allowed to pursue my passion due to the perception of others. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാട്. സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് കൊണ്ട് എനിക്ക് എൻ്റെ പാഷൻ പിന്തുടരാൻ കഴിയാത്ത അവസ്ഥ സംജാതമായി. Rather than accept this, I decided to sue the government. Sue means to take someone to court because you believe they have done something wrong to you and you want legal compensation or justice. സിമ്പിളായി പറഞ്ഞാൽ കോടതി കയറ്റുക എന്നാണ് സ്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം അംഗീകരിച്ച് ആർട്സ് സബ്ജക്റ്റ് പഠിക്കുന്നതിന് പകരം സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ഞാൻ തീരുമാനിച്ചു. ആഫ്റ്റർ 6 months ഓഫ് ലീഗൽ ബാറ്റിൽ ഐ റിസീവ്ഡ് എ ഗവൺമെൻറ് ഓർഡർ അലവിങ് മീ ടു സ്റ്റഡി സയൻസ് ബട്ട് അറ്റ് മൈ ഓൺ റിസ്ക്. എൻ്റെ 6 മാസത്തെ തുടർച്ചയായ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ എൻ്റെ സ്വന്തം റിസ്കിൽ സയൻസ് സബ്ജക്ട്സ് പഠിക്കുവാനുള്ള ഗവൺമെൻറ് ഓർഡർ എനിക്ക് ലഭിച്ചു. ശ്രീകാന്തിന് സയൻസ് പഠിച്ച് പാസ്സാകുവാൻ കഴിയില്ല എന്ന് അധികൃതർ കരുതിയിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് സ്വന്തം റിസ്കിൽ പഠിച്ചുകൊള്ളാൻ പറഞ്ഞുള്ള ഓർഡർ അവന് ലഭിച്ചത്. Despite the lack of resources, I worked hard with the help of a mentor. കാഴ്ച പരിമിതിയുള്ളവർക്ക് പഠിക്കുവാൻ അനുയോജ്യമായ പുസ്തകങ്ങളോ മറ്റനുബന്ധ സൗകര്യങ്ങളോ ഒന്നുമില്ലാതിരുന്നിട്ടും ഞാൻ എൻ്റെ ഒരു അധ്യാപികയുടെ സഹായത്തോടെ കഠിനാധ്വാനം ചെയ്തു. She recorded my textbooks on audio and I scored 98% in my exams. എൻ്റെ അധ്യാപിക എനിക്ക് ടെക്സ്റ്റ് ബുക്കുകൾ ഒരു ഓഡിയോ രൂപത്തിൽ റെക്കോർഡ് ചെയ്തു തന്നു. അങ്ങനെ ഞാൻ 98% മാർക്കോടെ +2 പാസ്സായി. This proves that anyone, regardless of their impairment or challenges, can achieve great things. ഇത് തെളിയിക്കുന്നത് ആർക്കും തൻ്റെ പരിമിതികളെയോ വെല്ലുവിളികളെയോ അതിജീവിച്ച് മഹത്തായ കാര്യങ്ങൾ നേടിയെടുക്കാനാകുമെന്നാണ്. However, my journey didn't end there. എന്നാൽ എൻ്റെ മുന്നിലെ വെല്ലുവിളികൾ അവിടെ അവസാനിക്കുകയായിരുന്നില്ല. When it was time to apply to top engineering schools like IIT, I was told that I couldn't sit for the competitive exams because of my blindness. IIT പോലുള്ള രാജ്യത്തെ ഉന്നത എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടി തുടർ പഠനം ആഗ്രഹിച്ച എനിക്ക് മുന്നിൽ വീണ്ടും വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെട്ടു. എൻ്റെ കാഴ്ച പരിമിതി കാരണം എന്നെ എൻട്രൻസ് എക്സാം എഴുതാൻ പോലും അനുവദിച്ചില്ല. If IIT didn't want me, I decided I didn't want it either. IITക്ക് എൻ്റെ ആവശ്യമില്ലാത്തതുപോലെ എനിക്ക് IITയുടെ ആവശ്യമില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. I applied to top schools in the United States and was accepted into MIT Stanford and Carnegie Mellon. അമേരിക്കയിലെ ടോപ്പ് എഞ്ചിനീയറിംഗ് സ്കൂളുകളിലേക്ക് ഞാൻ പ്രവേശനത്തിന് പരിശ്രമിച്ചു. ഒന്നിനു പകരം 2 ടോപ്പ് യൂണിവേഴ്സിറ്റികളിലേക്കാണ് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത്, MIT സ്റ്റാൻസ്ഫോർഡും കാനഗി മെലോണും. I chose to attend MIT, becoming the first international blind student in the history. അങ്ങനെ MIT തിരഞ്ഞെടുത്തുകൊണ്ട് ഞാൻ കാഴ്ച പരിമിതിയുള്ള ആദ്യത്തെ ഇൻ്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡൻറ്റ് എന്ന ചരിത്രം കുറിച്ചു. While at MIT, I began to think deeply about my future. MITയിലെ പഠന സമയത്ത് എൻ്റെ ഭാവിയെപ്പറ്റി ഞാൻ ദീർഘമായി ചിന്തിച്ചു തുടങ്ങി. Should I just get married, settle down and work in corporate America? കോർപ്പറേറ്റ് അമേരിക്കയുടെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ച് ഒരു വിവാഹമൊക്കെ കഴിച്ച് ഇവിടെ തന്നെ ശിഷ്ടകാലം കഴിച്ചു കൂട്ടണോ? No. I wanted to solve the problems that I had faced. ഇല്ല, ഞാൻ എൻ്റെ ഇതുവരെയുള്ള യാത്രയിൽ നേരിട്ട വെല്ലുവിളികളെ എനിക്ക് പരിഹരിക്കണം. Why should blind children be made to sit in the last bench? കാഴ്ച പരിമിതിയുള്ള ഒരു കുട്ടി എന്തിന് ലാസ്റ്റ് ബെഞ്ചിൽ തള്ളപ്പെടണം? Why should 10% of India's population who are disabled be excluded from the economy? എന്തുകൊണ്ട് ഇന്ത്യൻ ജനസംഖ്യയുടെ അംഗവിഹീനരായ 10% ആളുകൾ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്ന് പുറന്തള്ളപ്പെടണം? These questions led me back to India,
where I returned, giving up all my opportunities in corporate America to build a strong support system for the disabled. ഈ ചോദ്യങ്ങൾ എന്നെ കോർപ്പറേറ്റ് അമേരിക്ക എനിക്ക് മുന്നിൽ തുറന്നിട്ട എല്ലാ അവസരങ്ങളുടെയും വാതായനങ്ങൾ കൊട്ടിയടച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് ഇന്ത്യൻ ജനതയുടെ 10% വരുന്ന അംഗവിഹീനർക്ക് വളരെ ശക്തമായ ഒരു അടിത്തറയുണ്ടാക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചു. We established a platform, Boland Industries, together with my partner to find, rehabilitate, nurture and reintegrate disabled individuals into society rather than separate them from it. അംഗവൈകല്യമുള്ളവരെ കണ്ടെത്തി അവരെ പുനരധിവസിപ്പിക്കുവാനും അവരുടെ കഴിവുകളെ വളർത്തുവാനും അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുമുള്ള ലക്ഷ്യത്തോടെ ഒരു ബിസിനസ് പാർട്ട്ണറുമായി ചേർന്ന് അങ്ങനെ ബൊലാൻഡ് ഇൻഡസ്ട്രീസിന് ഞങ്ങൾ തുടക്കം കുറിച്ചു. റീഇൻറ്റഗ്രേറ്റ് മീൻസ് ടു ബ്രിങ് സമ്മൺ ഓർ സംതിങ് ബാക്ക് ടു നോർമൽ ലൈഫ്. We have supported over 3,000 students in education, vocational rehabilitation, sports and much more. നാളിതുവരെ 3000 വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് വേണ്ട സപ്പോർട്ടും അതുപോലെ അനേകം പേരെ തൊഴിൽ നേടാനും പ്രാപ്തരാക്കി. അങ്ങനെ അനേകം സേവനങ്ങൾ അംഗവൈകല്യമുള്ളവർക്ക് വേണ്ടി നൽകാൻ ഇതുവരെ ഞങ്ങൾക്ക് കഴിഞ്ഞു. Our company now employs over 150 disabled individuals. അംഗവൈകല്യമുള്ള 150 പേരാണ് ഇന്ന് ബൊലാൻഡ് ഇൻഡസ്ട്രീസിൽ തൊഴിൽ ചെയ്യുന്നത്. It grosses over $1 million sales. ബൊലാൻഡ് ഇൻഡസ്ട്രീസിൻ്റെ വിറ്റുവരവ് ഇന്ന് $1 million മുകളിലാണ്. But we are still at the initial stage of our growth with much more to do. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ ഇപ്പോഴും കമ്പനിയുടെ ശൈശവ ദശയിലാണെന്ന്. ഇനിയും അനേകം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. I want to leave you with 3 lessons. First, show compassion and help others thrive. True wealth doesn't come from money, but from the happiness of others. നിങ്ങളുടെ ചിന്തയിലേക്ക് 3 കാര്യങ്ങൾ ഞാൻ ഇട്ടു തരികയാണ്. ആദ്യത്തേത്, മറ്റുള്ളവരോട് കരുണയുള്ളവരായിരിക്കുക, അവരെ വളരാൻ സഹായിക്കുക. യഥാർത്ഥ സമ്പത്തുണ്ടാകുന്നത് പണത്തിൽ നിന്നല്ല, നമ്മൾ മൂലം ഉണ്ടാകുന്ന അപരൻ്റെ സന്തോഷത്തിൽ നിന്നാണ്. സെക്കൻഡ്, റിമൂവ് ലോൺലിനെസ് ഫ്രം പീപ്പിൾസ് ലൈഫ്സ് ആസ് ഇറ്റ് ഈസ് ദ വേർസ്റ്റ് ഫോം ഓഫ് പോവർട്ടി. രണ്ടാമതായി, നമുക്ക് ചുറ്റുമുള്ള മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് അവരുടെ ഒറ്റപ്പെടലിനെ അല്ലെങ്കിൽ ഏകാന്തതയെ അകറ്റിക്കളയുക. അതാണ് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം. ഫൈനലി, റിമെമ്പർ ദാറ്റ് വെൻ യു ഡു സംതിങ് ഗുഡ് യു വിൽ ബി ദ ഫസ്റ്റ് വൺ ടു ബെനഫിറ്റ്. മറ്റൊരാൾക്ക് നന്മ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം അതിൻ്റെ ഗുണമനുഭവിക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെയാണെന്ന് ഓർത്തുകൊള്ളുക. ദ വേൾഡ് മേ ലുക്ക് അറ്റ് മീ ആൻഡ് സേ, ശ്രീകാന്ത്, യു ക്യാൻ ഡു നത്തിങ്. ബട്ട് ഐ ലുക്ക് അറ്റ് ദ വേൾഡ് ആൻഡ് സേ, ഐ ക്യാൻ ഡു എനിത്തിങ്. ഒരു പക്ഷേ ഈ ലോകം എന്നെ നോക്കി പറഞ്ഞേക്കാം, ശ്രീകാന്ത്, നിന്നെക്കൊണ്ട് ഒന്നിനുമാവില്ല. എന്നാൽ ഞാൻ തിരിഞ്ഞു നോക്കി ലോകത്തോട് പറയും, എനിക്ക് ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല. താങ്ക് യു.